ഇനി നമുക്കൊന്ന് തിരുവനന്തപുരത്ത് പോയി വരാം. ആമയിഴഞ്ചാൻ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. ഓൺലൈനായാണ് യോഗം. ജനപ്രതിനിധികളും റെയിൽവേ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. അതേസമയം തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ നടപടികൾ കർശനമാക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ. ആർ റോഷിപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആർ റോഷിപാൽ, ഇന്നത്തെ ഉന്നതതല യോഗം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ കാണുന്നത്. ഇത് നേരത്തെ സംഘടിപ്പിച്ചിരുന്നുവെങ്കിൽ ജോയിയെ നമുക്ക് തിരിച്ചു കിട്ടുമായിരുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും ഒക്കെ വരുന്നു. ഇതിപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുമ്പോൾ റെയിൽവേ ഡിവിഷണൽ മാനേജർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കാൻ സാധ്യതയുണ്ടോ? കാരണം ഏപ്രിൽ മാസത്തിൽ ഇങ്ങനെയൊരു യോഗം വിളിച്ചിട്ട് റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥരാരും പങ്കെടുത്തില്ല എന്നൊരു ആക്ഷേപം തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കുമോ പങ്കെടുക്കുക? ഇന്ന് റെയിൽവേ DRM മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. റെയിൽവേ പ്ലാറ്റ്ഫോമിനടിയിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നതൊരു പ്രധാന കടമയായി, അത് പ്രധാന വിഷയമായി ചർച്ച ചെയ്യുക എന്നത് തന്നെയാണ് യോഗത്തിൽ ഉണ്ടാവുക. ഏതായാലും MLA മാരുണ്ട്, മന്ത്രിമാരുണ്ട്, വകുപ്പ് സെക്രട്ടറിമാരുണ്ട്, ഇവരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഏതാണ്ട് 117 മീറ്റർ ഒഴിച്ചു നിർത്തിയാൽ മറ്റിടങ്ങളിലും സമാനമായ അവസ്ഥയാണ്, മാലിന്യ കൂമ്പാരമാണ്. അതുകൊണ്ട് തന്നെ ആമയിഴഞ്ചാൻ തോട് പൂർണ്ണമായും പാർവതി പുത്തനാർ അടക്കമുള്ള നഗരത്തിലെ മാലിന്യം മുഴുവൻ പേർന്ന ഈ ജലസ്രോതസ് വൃത്തിയാക്കുക, അത് മാലിന്യ പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരം കാണുക എന്ന ലക്ഷ്യം തന്നെയായിരിക്കും യോഗത്തിനുണ്ടാകുക. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് യോഗം വിളിക്കുന്നത്. ഓൺലൈനായ 11:30 യോഗം ചേരുക. യോഗത്തിൽ വളരെ വിശദമായ ചർച്ചകൾ നടക്കും. ഓപ്പറേഷൻ അനന്ത അല്ലെങ്കിൽ ഓപ്പറേഷൻ അനന്തയുടെ മാതൃകയിലുള്ള മറ്റ് ശുചീകരണ പദ്ധതികൾ ഒരുപക്ഷെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരും. ഏതായാലും ഇനിയും ആമയിഴഞ്ചാൻ തോടിനെ മാലിന്യം പേറുന്ന ഒരു ജലസ്രോതസ്സാക്കി നിലനിർത്തുക എന്നത് വലിയ പ്രശ്നമാകും. കാരണം വലിയ പ്രതിഷേധം ഇപ്പോൾ തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുന്നു. അതുകൊണ്ട് തന്നെ ആണ് ഇത്തരമൊരു യോഗവും വിശദമായ ചർച്ചയും നടക്കും. ഇതിനൊപ്പം തന്നെ മാലിന്യം പൊതുവിടങ്ങളിൽ നിക്ഷേപിക്കുന്നതിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പിഴ ഏതാണ്ട് 20,000 രൂപ വരെ ഈടാക്കാൻ നിയമമുണ്ട്. പക്ഷേ കൃത്യമായ പരിശോധനകൾ പലയിടത്തും രാത്രികാലങ്ങളിൽ നടക്കുന്നില്ല. 10,000 പ്രേക്ഷകൻ അയച്ചു തന്നു. 10,000 രൂപ പിഴ ഏറ്റുവാങ്ങിയ ഒരു പ്രേക്ഷകൻ എനിക്ക് ഇന്നലെ അയച്ചു തന്നിരുന്നു. ഒരു പേര് ഞാൻ പറയുന്നില്ല. 10,000 രൂപ പിഴ അടിച്ചു കൊടുത്തു ഇന്നലെ കോർപ്പറേഷൻ. ഇതൊക്കെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. മാത്രമല്ല റോഷിപാൽ, കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് നഗരസഭ. 10,000 രൂപ 20,000 രൂപയൊക്കെ പിഴ അടിച്ചു കൊടുക്കും. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെത്തുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പുറത്ത് തള്ളരുത്. അനാവശ്യമായി ഇട്ടിട്ട് പോയാൽ പോലും കോർപ്പറേഷൻ എൻഫോഴ്സ്മെന്റ് വിങ് സജീവമായിരിക്കുന്നുവെന്നാണ്. റോഷിപാൽ, എന്തായാലും തിരുവനന്തപുരം നഗരസഭ കടുപ്പിക്കുകയാണ് അല്ലേ? ഇന്നലെ മേയർ ആര്യ രാജേന്ദ്രൻ ഇക്കാര്യത്തിൽ പറഞ്ഞു, ഒന്ന് എൻഫോഴ്സ്മെൻറ്റ് നടപടി കൂടുതൽ ശക്തമാക്കും, അതിനപ്പുറത്തേക്ക് ഒരു പൊതുബോധം സൃഷ്ടിക്കണം എന്ന ഒരു അഭ്യർത്ഥന അത് മാധ്യമങ്ങളോട് അടക്കമുണ്ടായിരുന്നു. മാധ്യമങ്ങൾ കൃത്യമായി പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ കൂടി രംഗത്തിറങ്ങിയാൽ മാത്രമേ ഈ മാലിന്യം പൊതുവിടങ്ങളിൽ നിക്ഷേപിക്കുന്നത് തടയാൻ കഴിയുകയുള്ളൂ. കൃത്യമായ പരിശോധന നടന്നാൽ സ്വാഭാവികമായും ആളുകൾ ഇത് നിക്ഷേപിക്കുന്നതിൽ നിന്നും പിൻവാങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും സ്വയം ഓരോ ആളുകളും നഗരവാസികളും തിരുത്തലിന് തയ്യാറാകണം. അതിനപ്പുറത്തേക്ക് ഈ ഉറവിട മാലിന്യ സംസ്കരണം ഇല്ലാത്തതുകൊണ്ട് ഈ മാലിന്യം കളക്ട് ചെയ്യുന്നവർ കെട്ടി ഈ തോട്ടിലേക്ക്, അത് ചാക്കിൽ കെട്ടി തോട്ടിലേക്ക് നിക്ഷേപിക്കുന്ന പ്രവണതയുണ്ട്. അതൊക്കെയാണ് ഈ നഗരസഭ അധികൃതർ, കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാർ പിടികൂടി പിഴ ഒടുക്കേണ്ടത്. അപ്പോൾ തിരുവനന്തപുരത്തുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. കോർപ്പറേഷൻ തടകുടഞ്ഞെണീറ്റിട്ടുണ്ട്. ഇനി കോർപ്പറേഷൻ വെറുതെ ഇരിക്കില്ല, കയ്യും കെട്ടി നോക്കിയിരിക്കുന്നു വിചാരിക്കേണ്ട. ഒരു കൺസെഷനും ഇനി കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. എൻഫോഴ്സ്മെന്റ് വിഭാഗം ശക്തമായി തന്നെ നിങ്ങളുടെ നീക്കങ്ങൾ സൂക്ഷ്മതയോടുകൂടി നോക്കുന്നുണ്ട്. ആമയിഴഞ്ചാൻ തോട്ടിലും പാർവതി പുത്തനാറിലും ഓടയിലേക്കും ഒന്നും ഇനി സാധനങ്ങൾ നിങ്ങൾ വലിച്ചെറിയാതിരിക്കുക. മാഫിയ സംഘങ്ങൾ പ്രത്യേകം ജാഗ്രതയെ പിടികൂടാൻ എൻഫോഴ്സ്മെന്റ് വിങ് രാത്രിയിൽ കറങ്ങുന്നുണ്ട്. മാത്രമല്ല യാത്രക്കാരുടെയും ശ്രദ്ധയ്ക്ക് നിങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തിരുവനന്തപുരം നഗരത്തിലോ ഒരു നഗരത്തിലോ നിങ്ങളുടെ ചുറ്റുപാടുമോ വലിച്ചെറിയാതിരിക്കുക എന്നതാണ് വേണ്ടത്. നിങ്ങൾ തിരുത്തുക, ഇല്ലെങ്കിൽ നിങ്ങളെ തിരുത്തും കോർപ്പറേഷൻ എന്നാണ് കോർപ്പറേഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 10,000 രൂപ ഫൈൻ അടിച്ചു കൊടുക്കുകയാണ്. ഒരു കാരണവശാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നതാണ് ഇപ്പോൾ കോർപ്പറേഷൻ എടുത്തിരിക്കുന്ന നിലപാട്. അങ്ങനെ ശക്തമായി വരണം എല്ലാ കോർപ്പറേഷനുകളും എന്നാണ്